വെൽക്കം ടു അവർ ചാനൽ ബെൻ ആൻഡ്സ്. ഫിഷിൻ്റെ തന്നെ പലതരം റെസിപ്പീസാണ് അതിലുള്ളത്. എന്നാൽ പിന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇന്നൊരു അടിപൊളി ഒരു ഫിഷ് മസാലയാണ് കേട്ടോ ഞാനന്ന് റെഡിയാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് അതിന് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട കുറച്ച് ഉലുവയും നല്ല ജീരകവും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളകും കറിവേപ്പിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് വിട്ടിട്ട് ഒരു കളിയില്ലല്ലോ. നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മുടെ മുളക് പൊടി ആയിക്കോട്ടെ, കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ഇഞ്ചി പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത് മൂന്നും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓയിലൊക്കെ കടന്നൊന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മുടെ അടുത്ത കലാപരിപാടി. നമ്മളതിലേക്ക് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് നന്നായിട്ടായ ഓയിൽ തന്നെ കടന്നൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സ്ലൈസായി അരിഞ്ഞ് വെച്ച് നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോവില്ല, അത് നന്നായിട്ട് അടച്ച് വെക്കണം. ഒന്ന് അടച്ച് വെച്ച് ആ ഒരു തക്കാളി എല്ലാം ഒന്ന് അലിഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് വെന്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പുളിയുടെ ഒരു 3 പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പുളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുളി ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഇച്ചിരി ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ വേറെ എക്സ്ട്രാ വാട്ടർ ഒഴിക്കുന്നില്ല. ആ തിളപ്പിച്ച് വെച്ച പുളിയുടെ ആ വാട്ടർ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഫിഷിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള നല്ലൊരു മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നമ്മളിതിൽ ഉള്ളിയോ മറ്റുള്ള കാര്യമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ഭയങ്കര ഒരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് തയ്യാറായി നോക്കണം. നോക്കിക്കാൻ നമ്മുടെ ഗ്രേവി കട്ടിപ്പുളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഇത് നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.